എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് പറയാതെ മറച്ചു വെച്ച കാര്യം എന്താണെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആണോ എന്നില്ല. റെസിനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും, കാരണം ഇത് കാലാതീതമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി ഇനിയും നിങ്ങളോട് പറയാതെ മറച്ചു വെച്ച കാര്യം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡിലേക്ക് നമുക്ക് നീങ്ങാം. ആദ്യത്തെ കാർഡ് നക്ഷത്രമാണ്. ഈ കാർഡ് സ്വപ്നങ്ങളും പ്രതീക്ഷയും പ്രതികരിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വലിയ പ്രതീക്ഷയുണ്ട്, എന്നാൽ അത് തുറന്നു പറയാൻ വലിയ ലജ്ജയോ ഭയമോ തോന്നുന്നതാകാം. ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാനുള്ള അവകാശം ലഭിക്കാനും നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും ഒക്കെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. പക്ഷേ ആ വ്യക്തിക്ക് അത് മനസ്സ് തുറന്ന് പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളതോ അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധത്തെ തകർക്കുന്ന രീതിയിലാകുമോ ആ തുറന്നു പറച്ചൽ എന്നുള്ള ഭയം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി തുറന്നു പറയാത്തത്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നിങ്ങളോടൊത്ത് തുറന്ന് പറയാനത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഉള്ള അവകാശവും ബന്ധവും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു അപകർഷതാബോധം ആ വ്യക്തിക്കുണ്ട്. ഏതായാലും പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ആദ്യത്തേത്. നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ പ്രണയമായിരിക്കാം, ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫേവറായിരിക്കാം. അതുകൊണ്ടാണ് ആ വ്യക്തി അത് പറയാൻ മടിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിക്ക് അക്കാര്യത്തിലുള്ളത്. അത് കൃത്യമായിട്ട് നമുക്ക് ഇവിടുന്ന് വായിച്ചെടുക്കാം. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. കൊക്ക് എന്ന ഒരു പക്ഷിയുടെ ചിത്രമാണ് നമ്മൾ ആ കാർഡിൽ കാണുന്നത്. തീർച്ചയായിട്ടും എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് മാറ്റങ്ങളും വലിയ തരത്തിലുള്ള ചില സംഭവവികാസങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് നൽകുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, അതോ അതിനൊരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് പറയാൻ വിസമ്മതിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ, അത് കഴിഞ്ഞതാകാം, ചിലപ്പോൾ വരാനിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇനി ഉണ്ടായി കഴിഞ്ഞതാകാം. എങ്ങനെയായാലും ചില സംഭവവികാസങ്ങളെ ആ വ്യക്തി ഭയപ്പെടുന്നു. ചില സംഭവവികാസങ്ങൾ ആ വ്യക്തിക്ക് മനസ്സിൽ ഉണ്ട്. ആ വ്യക്തിക്ക് മനസ്സിലുള്ള ആ സംഭവവികാസങ്ങളും ആ വ്യക്തിക്ക് മനസ്സിലുള്ള സംഭവങ്ങളും ആ വ്യക്തിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി മുൻപ് വലിയ തരത്തിലുള്ളൊരു വഞ്ചനക്ക് പാത്രമായതാകാം, അല്ലെങ്കിൽ ഇനി അത് തുറന്നു പറഞ്ഞാൽ നിങ്ങളറിയാത്തൊരു കാര്യമായിരിക്കാം. അത് തുറന്നു പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട്. ഇത്രയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മുൻകാല ജീവിതത്തിൽ ഒരു ചരിത്രം ഇത്തരത്തിലുണ്ടായി എന്നുള്ളത് നിങ്ങളറിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതിനെ ഓർത്തിട്ടാണ്. അല്ലാതെ നിങ്ങൾ വഞ്ചിക്കാനല്ല. പക്ഷേ നിങ്ങൾ അതറിയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള ഭയം ആ വ്യക്തിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്നു. ധൈര്യമില്ലായ്മ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയായിരിക്കും നിങ്ങളതിനെ സ്വീകരിക്കുക, എങ്ങനെയായിരിക്കും നിങ്ങളതിനെ എടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതിനാൽ കണ്ണടച്ചുകൊണ്ട് നിങ്ങളത് പറയാതിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചെറിയ ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിൽ കാണുന്നുണ്ട്. അത് നിങ്ങളെ വഞ്ചിക്കാനല്ല, പക്ഷേ എങ്ങനെ തുറന്നു പറയൂ എന്നുള്ളതാണ്. തൽക്കാലം അത് പറയണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ആ വ്യക്തി അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാകാം ചിലപ്പോൾ. അത് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ മുൻപ് ഒരു പക്ഷേ വിലക്കിയൊരു കാര്യമാകാം. എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയാതെ ആ വ്യക്തി സ്നേഹവും ബന്ധവും വഷളാകാതിരിക്കാൻ പറയാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത്. അടുത്ത കാർഡ് നായയുടെ കാർഡാണ്. നായയുടെ ചിത്രമുള്ളൊരു കാർഡാണ്. ഈ കാർഡ് സ്നേഹവും വിശ്വസ്തതയും നല്ല സുഹൃത്ത് ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് വിശ്വസ്തയാണ്. എന്നാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് തൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ എളുപ്പമാകുന്നില്ല. വലിയ തരത്തിലുള്ള വിശ്വസ്തത നിങ്ങളോട് കാണിക്കുന്നൊരു വ്യക്തി പ്രണയബന്ധത്തിലോ ഇഷ്ടത്തിലോ സ്നേഹത്തിലോ ആത്മാർത്ഥതയിലോ ഒരിക്കൽ പോലും നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളെ ഒന്നുമില്ലാത്ത വ്യക്തിയാക്കി കൈമലർത്തിക്കളയാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ഏത് നഷ്ടവും നിങ്ങൾക്കുണ്ടാകുന്ന ഏത് നേട്ടവും അതിനൊക്കെ കാവലിരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു.
നിങ്ങൾ തിരഞ്ഞെടുത്തത് വിശ്വസ്തത പുലർത്തുന്ന ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയെ തന്നെയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വല്ലാത്ത ആത്മാർത്ഥതയുണ്ട്. പക്ഷേ നിങ്ങളെ ചില കാര്യങ്ങൾ അറിയിക്കാതിരിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില സത്യങ്ങൾ അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച മറ്റു ചിലരുടെ യഥാർത്ഥ മുഖങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചില അവസരങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലുടെയും പ്രവൃത്തി മൂലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില നേട്ടങ്ങൾ, അതിനെ ഒക്കെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളോട് മോശമായ ആ വ്യക്തിയോട് പറഞ്ഞ ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളെ അറിയിച്ച് വിഷമിപ്പിക്കാതിരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒന്നും അറിയിച്ച് വിഷമിപ്പിക്കാൻ ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറിയൊരു വിഷമം പോലും കണ്ടില്ലെന്ന് നടിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ, നിങ്ങളുടെ മനസ്സിനൊരു വേദനയും ഉണ്ടാകാതിരിക്കാൻ ആ വ്യക്തി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു. നിങ്ങളെ ആരും വേദനിപ്പിക്കാനോ നിങ്ങളെ ആരും വിഷമിപ്പിക്കാനോ വന്നാൽ ആ വ്യക്തിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഈ ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തി ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി അത് ഉടൻ നിങ്ങളോട് തുറന്നു പറയും. നല്ല ഒരു സമയം നോക്കി നിൽക്കുകയാണത് പറയാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.